ജൂലൈ 1 ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ് കേട്ടോ. ഒരുപക്ഷെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു യൗവനകാലം കഴിഞ്ഞ് എൻ്റെ ലൈഫിൻ്റെ ഒരു 80% ടൈമും വിനിയോഗിച്ച ഒരു പ്രൊഫഷൻ. പലപ്പോഴും പലരൊക്കെ ചോദിക്കും, എടാ നീ ഡോക്ടർ അല്ലായിരുന്നു ആവേണ്ടത്, നീ ഒരു മാഷായിരുന്നെങ്കിൽ നീ എവിടെയോ എത്തുമായിരുന്നു എന്നൊക്കെ പറയും. എൻ്റെ പ്രൊഫഷൻ ഒരുപക്ഷെ സാമ്പത്തികമായി എനിക്ക് നേട്ടം കൊണ്ട് തന്നിട്ടില്ല എന്ന് വേണം പറയാൻ. പല ബേസിക് നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യാൻ ഇനിയും അസാധ്യമായ ഒരു സാഹചര്യമാണ്. പലപ്പോഴും മറ്റ് മേഖലയിൽ പണം ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾക്ക് പോലും എൻ്റെ പ്രൊഫഷൻ എനിക്ക് തടസ്സമായി നിന്നു. പ്രൊഫഷൻ ചിലപ്പോഴൊക്കെ പലപ്പോഴും പലർക്കും പ്രൊഫഷൻ്റെ ഒരു മിറർ മാപ്പ് വെച്ചുകൊണ്ട് കാര്യങ്ങളെ നോക്കുമ്പം പലരും കണ്ട അളവുകോൽ അത് വ്യത്യസ്തമായിരുന്നു. ഒരു പിരിവിനൊക്കെ ഒരാൾ വരുമ്പോൾ ഒരു ഡോക്ടറല്ലേ അപ്പോൾ ഇത്ര വേണം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വന്നു. സാമ്പത്തികമായിട്ടൊക്കെ പലർക്കും പറ്റിക്കാനുള്ള ഒരു ഉപാധിയായി എൻ്റെ പ്രൊഫഷൻ എന്നെ മാറ്റി. ആ ഡോക്ടറല്ലേ പോയി ചേർത്തി കളയാം എന്നൊക്കെ പറഞ്ഞ് എത്രയോ നഷ്ടങ്ങൾ അത് പ്രൊഫഷൻ എനിക്ക് തന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പാരലലി എനിക്ക് ഗ്രോ ചെയ്യാൻ മറ്റൊരു എൻ്റെ ജീവിതകാലം തൊട്ടേയുള്ള കാര്യങ്ങളുണ്ടായിട്ട് പോലും അതും ശരിയായ രീതിയിൽ വിനിയോഗിക്കുന്നതിന് എൻ്റെ പ്രൊഫഷൻ എനിക്ക് തടസ്സം നിന്നു എന്നുള്ളതാണ്. പക്ഷേ സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാക്കിയില്ല എങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്നുണ്ടെങ്കിലും ഒരുപാട് സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു പ്രൊഫഷൻ എനിക്ക് നൽകിയിട്ടുണ്ട്. പലരുടെയും ഹൃദയങ്ങളിൽ വീട്ടിലൊരംഗത്തെ പോലുള്ളൊരു സാഹചര്യം ഉണ്ടാക്കിത്തരാൻ, പലപ്പോഴും വീട്ടിലെ അംഗങ്ങളെപ്പോലെയാണ് പലരും കാണാൻ, അതുപോലെ ആത്മബന്ധങ്ങൾ ഉണ്ടാക്കിത്തരാൻ ഇതിനൊക്കെ എൻ്റെ പ്രൊഫഷൻ എന്നെ സഹായിച്ചിട്ടുണ്ട്. എൻ്റെ പ്രൊഫഷൻ ഇതിന് കാരണമായിട്ടുണ്ട്. സാമ്പത്തികമായിട്ട് തീരെ അങ്ങോട്ട് ഇല്ലാതാക്കി എന്നൊന്നുമല്ല കേട്ടോ. പല നീഡ്സും സാറ്റിസ്ഫൈ ചെയ്യുന്നതിനേക്കാളും ഈ പ്രൊഫഷനിലുണ്ടാകുന്ന ബിസിനസ് ചൂഷണം ചെയ്യുന്നതിന് ഒരുപാട് പേർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ സാമ്പത്തികമായിട്ട് പരാജയപ്പെടുത്താൻ കാരണമായത്. അത് വെച്ച് തീരെ അങ്ങോട്ട് കഷ്ടപ്പെട്ട് ജീവിക്കാമെന്നല്ല കേട്ടോ അർത്ഥം. അങ്ങനെയൊന്നുമില്ല. ജീവിതം നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ജീവിച്ചത്. ജീവിതത്തിലൊരു കുറവും വന്നിട്ടില്ല. കാരണം ഒരു ഡോക്ടറാകുമ്പം സമൂഹം കാണുന്ന ചില കാര്യങ്ങളുണ്ട്. ഡോക്ടർ വണ്ടിയിലേ യാത്ര ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഡോക്ടർക്ക് ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകാനുള്ള യാത്ര ചിലവ് ഇത്തിരി കൂടുതലായിരിക്കും. ഒരുപാട് പേരോടൊപ്പം ചേരുമ്പം ആ ഡോക്ടർ എന്ന പദവി നോക്കി അതിൻ്റെ ചിലവ് കൊടുക്കേണ്ടത് ഡോക്ടറായിരിക്കും. അങ്ങനത്തെ ഒരുപാട് ബാധ്യതകൾ നമ്മൾ പ്രൊഫഷൻ നമ്മൾ ഉണ്ടാക്കിത്തരും. മനസ്സിലായില്ലേ? ബിധാൻ ചന്ദ്ര റോയ് എന്നറിയപ്പെടുന്ന ഒരു പണ്ടത്തെ പശ്ചിമ ബംഗാളിൻ്റെ 2ാമത്തെ ചീഫ് മിനിസ്റ്റർ, കേന്ദ്രമന്ത്രിയൊക്കെ ആയിരുന്നൊരു ഡോക്ടറുടെ ജന്മദിന വാർഷികവും മരണദിന വാർഷികവുമായിട്ടാണ് ഈ ഡോക്ടേഴ്സ് ഡേ നമ്മുടെ നാട്ടിൽ സെലിബ്രേറ്റ് ചെയ്തിരുന്നത്. ഒരു മാതൃകാ ഡോക്ടറായിരുന്നു അദ്ദേഹം. തൻ്റെ പ്രൊഫഷന് വേണ്ടി തൻ്റെ ജീവിതകാലം മുഴുവനും ഉപയോഗിച്ച ഒരു മഹാ ഡോക്ടർ. പക്ഷേ ഞാൻ എൻ്റെ ജീവിതത്തിലേക്കൊക്കെ നോക്കുമ്പം ഞാൻ വളരെ പ്രൊഫഷണലി ഒരു വർക്കഹോളിക്കായിട്ടുള്ളൊരു മനുഷ്യനാണ്. അതിനിടയിൽ വീണ് കിട്ടുന്ന ചില ഇടവേളകളിൽ ചെയ്യുന്ന കാര്യമാണ് എൻ്റെ പാഷൻ എന്നുള്ളത് അതാണ് സത്യം. പക്ഷേ പാഷൻ്റെ കാര്യത്തിലും എൻ്റെ പ്രൊഫഷൻ എനിക്ക് സമയം അനുവദിക്കില്ല എന്നുള്ള ഒരു കാര്യം മുമ്പിലുള്ളത് കൊണ്ട് എൻ്റെ ബ്ലോഗിങ് പോലത്തെ പാഷൻ ഫുൾഫിൽ ചെയ്യുന്ന കാര്യത്തിലും വളരെ സ്പീഡിൽ എനിക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് സത്യം. പലരും പറയാറുണ്ട്, ഡോക്ടറെ നിങ്ങൾ വല്ലാത്തൊരു യാത്രികനാണെന്ന് പറയാറുണ്ട്. എന്ന് പറയാറുണ്ട്. അത് ഓഫാക്കണ്ടോ? ചന്ദ്രേട്ട, ഇന്ന് ഡോക്ടേഴ്സ് ഡേ ആണ്. ഓക്കെ. ഡോക്ടേഴ്സ് ഡേ പ്രമാണിച്ച് നമ്മൾ ഇങ്ങനെ കാണുന്നില്ല ഞങ്ങളിൽ. ഡോക്ടേഴ്സ് ഡേ പ്രമാണിച്ച് നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇതാക്കുകയാണ്. ഓക്കെ. അങ്ങനത്തെ ഒരു കാര്യമാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, എല്ലാവരും ധാരണ ഡോക്ടറായി കഴിഞ്ഞാൽ ഒരുപാട് ക്യാഷ് അങ്ങോട്ട് ഉണ്ടാവും ഇതൊക്കെയാണ്. അങ്ങനെയല്ല കേട്ടോ. എല്ലാ ഡോക്ടേഴ്സും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഒരുപാട് സമ്പന്നരും വ്യക്തമായുള്ള ഡോക്ടേഴ്സ് ഉണ്ട്. നമ്മൾ സാലറീഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് പലപ്പോഴും അങ്ങനെയായിരിക്കും.
മനസ്സിലായില്ലേ? പക്ഷേ എല്ലാവർക്കും അങ്ങനെയല്ല. കേരളത്തിൽ തന്നെ ഏറ്റവും സമ്പന്നരാണ് പല ഡോക്ടേഴ്സും. ലൈറ്റ് ഇപ്പോൾ ഓഫാക്കണ്ടല്ലോ. വേണ്ട, ലൈറ്റ് ഇപ്പോൾ ഓഫാക്കണ്ട. ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ ലൈറ്റ് വേണമല്ലോ. ഇത് ഷൂട്ട് ഓക്കെ. ഓ, അത് ഞാൻ ഓഫാക്കാം. അപ്പം അങ്ങനെയാണ്. തീർച്ചയായിട്ടും നമ്മൾ പ്രൊഫഷണലി നമ്മൾ ഡെഡിക്കേറ്റഡായി നിൽക്കുക. ഒരു കാര്യമില്ല. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലാണ്. ഡെഡിക്കേഷനാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വെച്ചാൽ നമ്മൾ ജീവിതത്തിൽ ബിസിയാണെന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമല്ല. ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ ജീവനുള്ളിടത്തോളം കാലം അവൻ ബിസിയാണ്. ഒരു മനുഷ്യൻ്റെ ജീവനാണ് ഏറ്റവും വലിയ ബിസിനസ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? ഇപ്പോൾ നമുക്ക് പ്രൊഫഷണലി നമുക്ക് ചിലപ്പോൾ പലപ്പോഴും പ്രൊഫഷണലി നമുക്ക് ബിസി ലൈഫിൽ ആണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടി വരിക. ബിസി അതാണ് ഒരു ഡോക്ടർ ജീവിതം. ഇപ്പോൾ ഞാൻ ഈ ലൈവ് വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പേഷ്യൻ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കോൾ വരുന്നത്, എനിക്ക് അപ്പോൾ ഓടേണ്ടി വരും. അപ്പോൾ അതേ സമയത്തായിരിക്കും ചിലപ്പോൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം വരുന്നത്. അതേ സമയത്തായിരിക്കും ഇപ്പുറത്ത് വാർഡിൽ കോൾ വരുന്നത്, ഓടേണ്ടി വരും. ആ ഓട്ടം ജീവിതത്തിൻ്റെ ഭാഗമാണ്. എല്ലാവരും ഓട്ടത്തിലാണ്. നമ്മൾ ബിസി ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ ഓട്ടത്തിലാണ്. ജീവിക്കുന്ന മനുഷ്യന് ബിസി ആവാതിരിക്കാൻ പറ്റില്ല. ലൈഫിൻ്റെ സാഹചര്യങ്ങളല്ല മനുഷ്യനെ ബിസിയാക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതം തന്നെ ബിസിയാണ്, ജീവൻ തന്നെ ബിസിയാണ്, അല്ലേ? നമ്മളിപ്പോൾ അതെന്ന് വെച്ച് നോക്കും. നമ്മളിപ്പോൾ വിചാരിക്കും, ഇന്ന് ജോലി ഇല്ലാതെ വേറെ എന്തെങ്കിലും ഒന്ന് ചെയ്തിരിക്കാമായിരുന്നു എന്ന് തോന്നുമെന്ന് വിചാരിക്കുക. ഒരു സിനിമ കണ്ടിരിക്കാമായിരുന്നു എന്ന് തോന്നുമെന്ന് വിചാരിക്കുക. അപ്പോഴെന്താ സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? നമ്മൾ ആ സിനിമ കാണുന്നതിൽ ബിസിയായിരിക്കും. നമ്മൾ എൻ്റർടൈൻമെൻറ്റിൽ നമ്മൾ ബിസിയായിരിക്കും. ആ ബിസിനസ് ഇല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റില്ല എന്നുള്ള വിശ്വാസമാണ് എന്നെ ഏറ്റവും കൂടുതൽ എൻ്റെ ഈ പ്രൊഫഷണലി അറ്റാച്ചാക്കാൻ നിർത്തിയത്. രണ്ടാമതായിട്ട് എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളെ കൂടെയുള്ള സ്റ്റാഫുകളെയും എല്ലാവരെയും അവർ നമുക്കും താഴെയാണ് എന്നുള്ളൊരു ബോധം ഇല്ലാതാക്കി എന്നുള്ളതാണ്. അതുകൊണ്ട് അവർ നിർഭയത്വത്തോടെ ഒരു സ്റ്റാഫിന് നമ്മുടെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം എൻ്റെ പ്രൊഫഷനിൽ ഞാനായി ഡെവലപ്പ് ചെയ്തെടുത്തത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെല്ലാവരോടും പെരുമാറുക. വളരെ ഫ്രണ്ട്ലി, സൗഹൃദത്തിൻ്റെ അങ്ങേ തലത്തേക്ക് പോകുന്ന അത്രയും അഗാധമായൊരു ബന്ധമായിട്ടാണ് നമ്മളതിനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അതാണ് ആവശ്യം. ഒരു ഡോക്ടർ വരുമ്പോഴേക്ക് ഒരു സ്റ്റാഫ് പേടിച്ച് വിറക്കുകയാണെങ്കിൽ ആ സ്റ്റാഫിന് നമ്മൾ നൽകുന്ന വല്ലാത്തൊരു പണിഷ്മെൻ്റ് ആയിരിക്കും. മനുഷ്യന് നിർഭയത്വം നൽകലാണ് ഒരു ഡോക്ടറുടെ ആദ്യത്തെ കടമ എന്നുള്ളത്. നിർഭയത്വരായിരിക്കണം. പേഷ്യൻസിന് നിർഭയത്വം കൊടുക്കണം. പലപ്പോഴും പേഷ്യൻസൊക്കെ വരുമ്പം അവരുടെ കുടുംബകാര്യങ്ങൾ, അവരുടെ മുമ്പത്തെ പല കാര്യങ്ങളുമൊക്കെ ഞാൻ ചർച്ചയ്ക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവരുമായി ആത്മബന്ധത്തിന്, ആ ഒരു ഹീലിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ്റെ ചികിത്സയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നൽകേണ്ട പ്രിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ അവർക്ക് നൽകുന്ന സ്നേഹമാണ്. ആ സ്നേഹം കൊടുത്താലേ അവിടെ ഹീലിംഗ് പവർ ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? പലപ്പോഴും കുട്ടികളൊക്കെ കഴിഞ്ഞ ദിവസമൊക്കെ 2-3-4 കുട്ടികൾ വന്നപ്പം അവർ ഭയത്തോടെയാണ് വരുന്നത്. ഞാൻ പെട്ടെന്ന് അവർക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. ഹലോ ഡിയർ ധൈര്യവതി, ധൈര്യശാലി എന്നൊക്കെ പറഞ്ഞപ്പം അവർ പെട്ടെന്ന് അങ്ങോട്ട് മാറുകയാണ്. പിന്നെ അവർ ഫ്രണ്ട്ലി ആവുകയാണ്. മനസ്സിലായില്ലേ? അത് നമ്മൾ മറ്റ് മനുഷ്യന്മാർക്ക് കൊടുക്കുന്ന വാക്കുകൾ, നമ്മൾ കൊടുക്കുന്ന ഫസ്റ്റ് ട്രീറ്റ്മെൻ്റ് ആകുമ്പം അവിടെ എന്താ സംഭവിക്കുക? എന്താണ് സംഭവിക്കുക? അവിടെ ഹീലിംഗ് പവർ സ്റ്റാർട്ട് ചെയ്യും. അതിന് വലിയ റോളുണ്ട്. പ്ലാസിബോ എഫക്റ്റ് എന്ന് പറയാറുണ്ടല്ലോ. പ്ലാസിബോ എഫക്റ്റിന് വലിയ റോളുണ്ട്. പ്രത്യേകിച്ച് വൈറൽ ഫീവറുകൾ, ക്രോണിക് ഡിസീസുകൾ, ഇതിലൊക്കെ പ്ലാസിബോ എഫക്റ്റ് ഭയങ്കര റോളാണ്. എല്ലാ ഡോക്ടർമാരും കൊടുക്കുന്ന ഒരേ മരുന്നായിരിക്കും. പക്ഷേ ഏതോ ഒരു ഡോക്ടറെ അവരൊരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ ഡോക്ടർ അവർക്ക് സ്നേഹം എന്ന മരുന്ന് സമ്മാനിച്ചിട്ടുണ്ടാവും. ആ മരുന്ന് കൊടുത്തിട്ട് ബാക്കി മരുന്ന് കൊടുക്കുമ്പം ഈ ഡോക്ടർ മറ്റെല്ലാ ഡോക്ടർമാരെക്കാളും മുകളിൽ അവർക്ക് എത്തിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും. ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ പേഷ്യൻസിനോട് പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്റ്റാഫ് ചോദിക്കും, ഡോക്ടറെ ഒന്ന് സംസാരം നിർത്തിയിട്ടോ ഞങ്ങളോട് നിന്ന്. പക്ഷേ ഞാൻ പലപ്പോഴും സ്റ്റാഫിനോട് പറയും, ആ സംസാരം തന്നെയാണ് ആ ട്രീറ്റ്മെൻറ്റ്, അതുതന്നെയാണ് ചികിത്സ. മനസ്സിലായില്ലേ? അതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് കുറച്ച് ഗുളികകൾ കൊടുക്കുന്നേ ഉള്ളൂ എന്ന് പറയും. അതാണ് പ്രൊഫഷൻ. ഞാൻ പറഞ്ഞല്ലോ, ചില മേഖലകളിൽ എനിക്ക് വിള്ളലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സാമ്പത്തിക മേഖലകളിലൊക്കെ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ജീവിതത്തിലെ സാറ്റിസ്ഫാക്ഷൻ നൽകുന്ന കാര്യത്തിൽ എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഒരുപാട് വിജയങ്ങളാണ് നൽകിയത്. അതിലൊരു സംശയവുമില്ല. എല്ലാവർക്കും ഡോക്ടേഴ്സ് ഡേ ആശംസിക്കുകയാണ്. നല്ലൊരു ഡോക്ടറായി, നല്ലൊരു മനുഷ്യനായി, ഏറ്റവും നല്ല സാധാരണക്കാരനായി, ചിരിച്ചും ചിരിപ്പിക്കാനും മറ്റുള്ളവർക്ക് കാരണമായി
പലർക്കും ഞാൻ ചിരിക്കുന്ന സമയത്തൊക്കെ ചിലർ പറയും, നിങ്ങളൊരു ഡോക്ടറായിട്ട് ഇങ്ങനെ ചെയ്യാണോ? തീർച്ചയായിട്ടും നമ്മൾ മാറ്റിയെടുക്കണം. ചിരി എന്നുള്ളത് ഡോക്ടർമാരുടെ സംസ്കാരമായി സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമാവണം. കാരണം ചിരി ഏറ്റവും നല്ല മരുന്നാണ്, ഫസ്റ്റ് മെഡിസിനാണ് അല്ലേ? ചിരിക്കുന്ന ആൾക്കാർക്ക് ഹൃദ്രോഗ സാധ്യതകൾ ഇല്ലാതാക്കും. ഹൃദ്രോഗം ഉണ്ടായവർക്ക് അത് കുറക്കാൻ സാധ്യത കാരണമാവും. ഹൃദ്രോഗം എന്ന് മാത്രമല്ല, എല്ലാ രോഗങ്ങളും, ക്യാൻസറൊക്കെ ചികിത്സിക്കാൻ ഏറ്റവും നല്ല മെഡിസിനാണ് ചിരി. മനസ്സിലായില്ലേ? അതുപോലുള്ള ആ ചിരിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഏത് ഡോക്ടർക്കും യോജിച്ചതാണ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, അത് ഡോക്ടർ പ്രൊഫഷൻ ഉള്ളവരാണ് ചിരിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് കൂടുതൽ ബോധിപ്പിച്ച് കൊടുക്കേണ്ടത് എന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ഡോക്ടറെ തന്നെ ചിരിയുടെ പ്രതിപക്ഷത്ത് നിർത്തുന്ന സാഹചര്യമാണെന്നുള്ളത്. കാരണം അത് നമ്മൾ പ്രൊഫഷൻ നമുക്ക് തന്ന ചില അഹങ്കാരത്തിൻ്റെ സൂചനയാണ് കാണിക്കുന്നത്. അഹങ്കാരം, ലവലേശം ഉണ്ടാവാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹാപ്പി ഡോക്ടേഴ്സ് ഡേ. ബൈ.